ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗസ്റ്റ് മാസം 23-ാം തീയതി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം ശ്രവിക്കുന്നു: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എന്താണ് വിനയം? വിനയമെന്ന് പറയുന്നത് അപമാനമല്ല, അത് ഒരുവനെ കുറച്ചു കാണിക്കലല്ല. വിനയം എന്ന വാക്കിൻ്റെ മൂലാർത്ഥം മണ്ണ് എന്നാണ്. അതായത് ഭൂമിയോട് ചേർന്ന് യഥാർത്ഥത്തിൽ ജീവിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം അതിങ്ങനെയാണ്: എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. മൺപാത്രവും മണ്ണും നമ്മെ വിനയം പഠിപ്പിക്കുന്നു. മൺപാത്രം എളുപ്പം തകർന്നു പോകുന്നതും വില കുറഞ്ഞതുമാണ്. പക്ഷേ അതിൽ വലിയ നിധി സൂക്ഷിച്ചിരിക്കുന്നു, അതായത് ദൈവത്തിൻ്റെ കൃപയും കരുണയും. അതുകൊണ്ട് നമ്മുടെ മഹത്വം നമ്മുടെ കരുത്തിലല്ല, ദൈവത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നീ മണ്ണാണ്, മണ്ണിലേക്ക് തിരിച്ചു പോവുക. നമ്മുടെ നിസാരതയെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും മണ്ണ് വിത്തിനെ ധരിക്കുമ്പോൾ ജീവനും വിളവും നൽകുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ മനുഷ്യജീവിതം ഫലപ്രദവും അനുഗ്രഹീതവുമാകുന്നു. ആധുനിക മനുഷ്യൻ ബോധപൂർവം മറക്കുന്ന ഒരു സത്യം ദൈവമാണ്. ദൈവത്തെ മറക്കുന്ന മനുഷ്യൻ. ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ സ്രഷ്ടാവും ഉടമയും നാം തന്നെയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനോട് നന്ദി പറയേണ്ട കടപ്പാട് മറക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം ദൈവത്തിന് സ്തുതിയും നന്ദിയും ആയി സമർപ്പിക്കണം. തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: മനുഷ്യൻ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ യഥാർത്ഥ ബോധത്തിൽ നിന്നും മാറിപ്പോകുന്നു. വിനയമെന്ന പുണ്യം അഭ്യസിക്കുവാൻ ക്രിസ്തു തന്നെയാണ് നമ്മുടെ മാതൃക. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഏറ്റവും വലിയവൻ എല്ലാവർക്കും ദാസനായിരിക്കട്ടെ. യഥാർത്ഥ മഹത്വം സേവനത്തിലാണ്, അധികാരത്തിലും അഭിമാനത്തിലുമല്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ സ്വന്തമായി ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ വരമാണ്, ദാനമാണ്. അതിനാൽ ദൈവത്തിന് സ്തുതി നൽകുകയും ലഭിച്ചതെല്ലാം സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും സേവനത്തിന് ഉപയോഗിക്കുകയും വേണം. വിനയം, നന്ദി, സേവനം ഇവയാണ് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന വഴികൾ.